മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് മീര വാസുദേവ്. മോഹൻലാലിന്റെ നായികയായ തന്മാത്ര എന്ന ചിത്രം മാത്രം മതി സുമിത്രയെ പ്രേക്ഷകർ ഓർത്തിരിക്കാൻ. പിന്നീട് നിരവധി സിനിമകളിൽ അഭിനയിച്ചുവെങ്കിലും ടെലിവിഷനിലൂടെയുള്ള തിരിച്ചുവരവിലാണ് മീര താരമായി മാറുന്നത്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പരയിലെ സുമിത്രയായാണ് മീര തിരികെ എത്തുന്നത്. ഇപ്പോഴത്തെ തന്റെ ജീവിതത്തിലെ സന്തോഷ വാർത്ത പങ്കുവയ്ക്കുകയാണ് മീര വാസുദേവ്. മീര വാസുദേവൻ വിവാഹിതയായിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ മീര തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. സിനിമ ടെലിവിഷൻ ക്യാമറാമാൻ വിപിൻ പുതിയങ്കമാണ് വരൻ. കോയമ്പത്തൂർ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത്. കുടുംബവിളക്കിലാണ് മീര ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സീരിയലിലെ ക്യാമറ നിർവഹിച്ചിരിക്കുന്നത് വിപിൻ പുതിയങ്കമാണ്. ഈ ബന്ധമാണ് സൗഹൃദത്തിലേക്കും ഇപ്പോൾ വിവാഹത്തിലേക്കും എത്തിയതെന്ന് മീര പറഞ്ഞു. പാലക്കാട് ആലത്തൂർ സ്വദേശിയാണ് വിപിൻ. ഏപ്രിൽ 21-ന് തങ്ങൾ വിവാഹിതരായിരുന്നു എന്നും ഇന്നലെ ദമ്പതികളായി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തുവെന്നും മീര ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. മീരയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇങ്ങനെയാണ്: ഞങ്ങൾ ഔദ്യോഗികമായി വിവാഹിതരായിരിക്കുന്നു. ഞാനും വിപിൻ പുതിയങ്കവും 21/4/2024 കോയമ്പത്തൂരിൽ വെച്ച് വിവാഹിതരായി. ഇന്ന് ദമ്പതികളായി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തു. ഞാൻ വിപിനെ ശരിയായി പരിചയപ്പെടുത്തട്ടെ. പാലക്കാട് ആലത്തൂർ സ്വദേശിയാണ്. അദ്ദേഹം ഒരു അന്താരാഷ്ട്ര അവാർഡ് ജേതാവായ ഛായാഗ്രാഹകനാണ്. ഞാനും വിപിനും 2019 മെയ് മുതൽ ഒരേ പ്രോജക്റ്റിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ വർഷം മുഴുവനും ഞങ്ങൾ പരസ്പരം കാണുകയും ഒടുവിൽ 21/4/2024 വിവാഹം കഴിക്കുകയും ചെയ്തു. ഞങ്ങളുടെ അടുത്ത കുടുംബാംഗങ്ങളും 23 ഉറ്റ സുഹൃത്തുക്കളും മാത്രമേ ചടങ്ങിൽ സന്നിഹിതരായിരുന്നുള്ളൂ. എന്റെ പ്രൊഫഷണൽ യാത്രയിൽ എനിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയ ഏറ്റവും അഭ്യുദാകാംക്ഷികളോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും മാധ്യമങ്ങളോടും ഈ അനുഗ്രഹീതമായ ഔദ്യോഗിക വാർത്ത ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്നു. എന്റെ ഭർത്താവ് വിപിനോടും നിങ്ങൾ അതേ സ്നേഹവും പിന്തുണയും പങ്കിടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വിവാഹ ചടങ്ങിൽ ഇരുവരുടെയും അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രമേ പങ്കെടുത്തിരുന്നുള്ളൂ. 42-കാരിയായ മീര വാസുദേവിന്റെ 3ാം വിവാഹമാണിത്. അരീഹ എന്ന പേരുള്ള ഒരു മകനും താരത്തിനുണ്ട്. വിശാൽ അഗർവാളുമായി 2005-ലായിരുന്നു ആദ്യ വിവാഹം നടന്നത്. 2010 ജൂലൈയിൽ ഈ ബന്ധം പിരിഞ്ഞു. പിന്നീട് 2012-ൽ നടൻ ജോൺ കൊക്കനെ വിവാഹം കഴിച്ചു. ഈ ബന്ധം 2016-ലാണ് പിരിഞ്ഞത്. 2ാം വിവാഹ ബന്ധത്തിലാണ് മകനുള്ളത്. തന്റെ 2 വിവാഹ ബന്ധങ്ങളുടെയും തകർച്ചയെക്കുറിച്ച് മീര ഒരിക്കൽ പറഞ്ഞിരുന്നു. ആദ്യ ഭർത്താവിൽ നിന്ന് ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മീര പറഞ്ഞിരുന്നു. ഇതിന്റെ പേരിൽ പോലീസ് പ്രൊട്ടക്ഷൻ വരെ തേടിയിട്ടുണ്ട്. മാനസികമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്തത് കൊണ്ടാണ് 2ാം വിവാഹ ബന്ധം വേർപിരിഞ്ഞത് എന്നും മീര പറഞ്ഞിരുന്നു. 2003-ലാണ് മീര സിനിമ അഭിനയത്തിലേക്ക് എത്തുന്നത്. പ്യാർ കാ സൂപ്പർ ഹിറ്റ് ഫോർമുല എന്ന ഹിന്ദി ചിത്രത്തിലൂടെയാണ് തുടക്കം. അതേ വർഷം തന്നെ ഉന്നേ സരണടയിന്തേൻ എന്ന തമിഴ് ചിത്രത്തിലും ഗോൽമാൽ എന്ന തെലുങ്ക് ചിത്രത്തിലും നായികയായി. ഉന്നേ സരണടയിന്തേൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആ വർഷത്തെ മികച്ച നടിക്കുള്ള തമിഴ്നാട് സർക്കാരിന്റെ സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചു. ഇതോടെ തെന്നിന്ത്യയിൽ താരം ശ്രദ്ധിക്കാൻ തുടങ്ങി. 2005-ൽ തന്മാത്ര എന്ന സിനിമയിൽ മോഹൻലാലിന്റെ നായികയായി മലയാളത്തിലെത്തി. ഈ ചിത്രത്തിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് ഓർക്കുക വല്ലപ്പോഴും, ഗുൽമോഹർ എന്നിവയുൾപ്പെടെ 20-ലധികം മലയാള ചിത്രങ്ങളിലും നിരവധി തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലും മീര വേഷമിട്ടു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.